ഞാനിപ്പോൾ ഉള്ളത് വിൻഫാം കമ്പനിയിലാണ്. അവരുടെ ഓൺ പ്രൊഡക്ട്സ് ആണ് വയനാട്ടിൽ നിന്നുള്ളത്. അവർ തന്നെ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് നമുക്ക് എല്ലായിടത്തേക്കും ഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂടെ മിസ് നിമിഷയുണ്ട്. പുള്ളിക്കാരി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു തരാം. ഹായ്, ഞാൻ വിൻഫാമിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വാക്വം ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റഡ് ഐറ്റംസും പിന്നെ സ്ക്വാഷും ചെയ്യുന്നുണ്ട്. വാക്വം ഫ്രൈഡ് ഐറ്റംസിൽ നമ്മൾ ചെയ്യുന്നത് ബനാന ഫ്രൂട്ട് എടുത്തിട്ട് നമ്മൾ വാക്വം ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓയിൽ കണ്ടന്റ് വളരെ കുറവായിരിക്കും. പിന്നെ ഒരു എക്സ്ട്രാ സ്വീറ്റ്നെസ്സോ അല്ലെങ്കിൽ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. പിന്നെ വരുന്നത് നമ്മൾ വാക്വം ഫ്രൈഡ് ബനാന വാക്വം ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചക്കപ്പഴം നമ്മൾ വാക്വം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വാക്വം ഫ്രൈഡ് ചന ചെയ്യുന്നുണ്ട്. അപ്പോ ചന എന്ന് പറയുന്നത് കാബൂളി ചന. നമ്മള് ഡീഹൈഡ്രേറ്റഡ് ഐറ്റംസ് അതിൽ വരുന്നതാണ് നമ്മുടെ സാധാരണ വാട്ടുകപ്പ. ഈ ഒരു വാട്ടുകപ്പന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന വാട്ടുകപ്പേനേക്കാളും ഒരു പച്ചക്കപ്പേന്റെ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് അതുപോലെ കിട്ടുന്നുണ്ട്. പിന്നെ കളറും കാര്യങ്ങളൊന്നും പോവാതെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പ്രത്യേകതയാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സ്ക്വാഷ് എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇതും നമ്മൾ എക്സ്ട്രാ സ്വീറ്റ്നെസ് നമ്മൾ പുറമെ ആഡ് ചെയ്യേണ്ടത് വരുന്നില്ല. നമ്മൾ ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നോർമൽ ബനാന ചിപ്സ്. നമുക്ക് ബനാന ചിപ്സിന്റെ യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് കർഷകരിൽ നിന്ന് കായ എടുത്തിട്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് തന്നെ വയനാട്ടില് നിന്ന് തന്നെ അതെ ചിപ്സ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കായ നമ്മള് ബനാന പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് റോ ബനാന എടുത്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ തന്നെ പൗഡേർഡ് ഫോമിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് പൊടിച്ചത് ബനാന ഫ്ലേക്സ് അത് കുട്ടികൾക്കൊക്കെ നല്ലതാ അല്ലേ? അതിനകത്ത് അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചേർക്കൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെയും കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും മിക്സിയിലാണെങ്കിലും പൊടിച്ച് യൂസ് ചെയ്യാം. ഇതിന് എത്ര നാളത്തേക്കുള്ള എക്സ്പയറി ഡേറ്റ്? ഇത് നമ്മൾ 6 months ആയി കൊടുക്കുന്നത്. ഇപ്പൊ പൊതുവെ ഇപ്പൊ വിദേശത്തുള്ളവർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ അവർക്ക് ഇവിടുന്ന് ഷിപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ അത് ഇല്ല, ഇപ്പൊ സിംഗിൾ പീസ് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പീസ് ആണെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി ഇപ്പൊ ഒരു ഫാമിലിക്ക് ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഒരു ആവറേജ് ഒരു 2 മാസമൊക്കെ ഇരിക്കത്തില്ലേ? പിന്നെ പൗഡേർഡ് ഫോമിലാകുമ്പോൾ നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് സൂക്ഷിക്കാനാണെങ്കിൽ ഇതായിരിക്കും നല്ലത്. കാരണം നമുക്ക് പൊടിച്ചു വെച്ചാലാണ് അതിനകത്ത് കൂടുതൽ എയർ കിടക്കാനോ ഉള്ള സാധ്യതകളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അത് ഈ ഒരു മെത്തേഡിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് പൗഡർ ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ മുളകിന്റെ ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ്. കാന്താരി മുളക് ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ നമ്മള് കാന്താരി മുളക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ഇതിങ്ങനെ ഉണക്കുന്നതുകൊണ്ട് അതിന് എന്തെങ്കിലും ക്വാളിറ്റി കുറയുക അല്ലെങ്കിൽ കൂടുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കാരണം സൺലൈറ്റ് കിട്ടിയിട്ടല്ലേ ഇത് ഉണങ്ങുന്നത്. സൺലൈറ്റിലല്ല, നമുക്ക് ഡ്രയർ ഉണ്ട്. ഡ്രൈയിങ് മെഷീനിലാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളർ കിട്ടില്ല, കളർ ചേഞ്ച് വരും. പക്ഷെ ഇത് കളറോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസം വരുന്നില്ല. ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ. ഇത് എത്ര നാളത്തെ എത്ര നാളിരിക്കും? ഇതെനിക്ക് തോന്നുന്നു 1 year ഒക്കെ ഇരിക്കും. നമ്മൾ അത്രയും ഇട്ടിട്ടില്ല എക്സ്പയറി. അത്രയും കൺസപ്ഷൻ അതിന് കുറച്ചല്ലേ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ ആവശ്യം അത്ര വരുന്നില്ല. ഇവിടെ ആൾക്കാർക്ക് വീട്ടിൽ തന്നെ സാധനം കിട്ടും. അതെ, ഇത് വിദേശത്തേക്കുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. അതെ. പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പൗഡർ ആക്കി എടുക്കുന്നതാണ്. ജിഞ്ചർ പൗഡർ ഉണ്ട്, ഗാർലിക് പൗഡർ ഉണ്ട്, പിന്നെ അംല പൗഡർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡ്രയറിൽ ഉണക്കി പൊടിച്ചെടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു അടിപൊളി ഒരു സാധനം കൂടെ വരുന്നുണ്ട്, അത് ഇൻട്രോഡ്യൂസ് ചെയ്യാലോ. ഇത് നമ്മളൊരു എക്സ്പെരിമെന്റ് പോലെ ചെയ്ത ഒരു ഐറ്റം ആണ്. അതായത് നമുക്ക് ഈ ഒരു സിംഗിൾ ചെറിയ പൗച്ചില് നമ്മുടെ ഒരു സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ കട്ട് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് വെള്ളത്തിലിടുക, ചൂടാക്കി കറിയായിട്ട് കൂട്ടാം. ഓക്കെ, അപ്പൊ നമ്മളത് മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടില്ല. ഇംപ്രൂവ് ചെയ്യാനുള്ളത് നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ട്. അപ്പൊ അതിനകത്ത് വേറെ ഒന്നും ആഡ് ഓൺസ് അങ്ങനെ എന്തെങ്കിലും വരുമോ? ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അത് ഡ്രൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അല്ലേ? കാരണം നമുക്ക് ഡ്രയറിലാവുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് അത്രയും കുറച്ചിട്ടെടുത്തിട്ട് അത് കേടാവാതിരിക്കുകയും ചെയ്യും. അതാണ് മെയിൻ ബെനിഫിറ്റ്. പിന്നെ നമുക്ക് വരുന്നതാണ് ടർമറിക് പൗഡർ. ഇത് നമ്മൾ കർഷകരുടെ അടുത്ത് നിന്ന് തന്നെ മഞ്ഞൾ നേരിട്ടെടുത്ത് ഇത് പച്ചക്കാണ് ഉണക്കുന്നത്. സാധാരണ നമ്മൾ പുഴുങ്ങിയിട്ടല്ലേ
ഉണക്കുന്നത്. ഇത് നമ്മൾ പച്ചക്ക് തന്നെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യും. നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു മെഷീൻ ഉണ്ട്. അതിനകത്തൊരു പ്രൈമറി പീലിംഗ് അതിനകത്ത് തന്നെ നടക്കും. അത് കഴിഞ്ഞിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. അപ്പൊ അത് ഉണക്കിയതിന്റെ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൗഡർ ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. ജിഞ്ചറും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ജിഞ്ചർ അതുപോലെ തന്നെ ഇഞ്ചിന്റെ ആ ഒരു ടേസ്റ്റിലും കിട്ടും. അതുപോലെ തന്നെ ചുക്കാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതപ്പോ നമുക്ക് ഈ മാർക്കറ്റിൽ ഇപ്പം വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് ഒരു കോസ്റ്റ് ഒക്കെ എങ്ങനെ വരും ഇതിന്റെ? കുറച്ച് കൂടുതലാണ്. പക്ഷെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഗുണമായിരിക്കും. അതെ, ഇതൊരു ചോയ്സ് ആയിട്ട് കയ്യിൽ വെക്കാം. അതെ, അപ്പൊ അവർക്ക് ഇപ്പം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഒരു കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതില്ലാതെ പറ്റില്ലല്ലോ. നോർമലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അവൈലബിൾ ആണ്, പക്ഷെ പൗഡർ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മുടെ ടർമറിക് പൗഡർ ഉണ്ട്. അത് പൗഡർ ആക്കിയിട്ടില്ല, കാരണം ഇത് പൗഡർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്രാവലിംഗ് ചെയ്യണ ഒരാഴ്ചത്തേക്കുള്ള സാധനം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് പോകാം. എല്ലാ ഐറ്റംസും നമുക്കുണ്ട്. കാണിച്ചു തരാം. നമുക്ക് ടർമറിക് ഉണക്കാൻ, ക്യാരറ്റ്, ബീട്രൂട്ട് ഡ്രൈയിങ് നടക്കുന്നുണ്ടല്ലേ, അത് കാണാൻ പറ്റുമോ? ഓക്കെ, വെരി ഗുഡ്. എന്നാ അങ്ങോട്ട് പോകാറുണ്ട്. ഇവിടെ നമുക്ക് 2 ഡ്രയറുകളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതിന് വലിയ ഡ്രയർ യൂണിറ്റ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ചെറിയ ഡ്രയറിലാണ് എല്ലാം ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ പ്രോസസ്സിങ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് വരുന്നത് ടൊമാറ്റോ, നമ്മുടെ തക്കാളി ഉണക്കിയെടുത്തതാണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയും വാട്ടർ കണ്ടന്റ് ഉള്ള സാധനം നമ്മൾ അത്രയും മോയ്സ്ചർ കുറച്ചിട്ട് നമ്മൾ പൗഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് നമ്മൾ പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിലത് ഇച്ചിരി കുറച്ചുകൂടെ ആവാനുണ്ട്, മോയ്സ്ചർ കണ്ടന്റ്. ഇത് ഡ്രൈയിങ് സ്റ്റേജിലാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇത് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ ഇപ്പം പാക്ക് ചെയ്ത് എടുത്ത് വെക്കും. നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് നമ്മളിത് പൗഡർ ആക്കിയിട്ട് നമ്മൾ ചെറിയ പൗച്ചസിലാക്കി നമ്മുടെ ഔട്ട്ലെറ്റ് വഴി, അതുപോലെ തന്നെ നമ്മൾ റീറ്റെയിൽ ഡിമാൻഡ് അനുസരിച്ച് പൗഡർ ആക്കി എടുക്കുക, മാനുഫാക്ചർ ചെയ്തിട്ട് അത് റീറ്റെയിൽ സെഗ്മെന്റിലേക്ക് കൊടുക്കാറുണ്ട്. അതെ അതെ. ഓക്കെ, ഓവർസീസിലുള്ള ഡിമാൻഡ്സ് എന്താ? ഓവർസീസിൽ നമുക്ക് ഓൾറെഡി എക്സ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. 1-2 എക്സ്പോർട്ടുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുതിയ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആഡ്സൺ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. അതെ അതെ. പിന്നെ നമ്മുടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി തക്കാളി 1 ടൺ ചെയ്തതിന്റെ ബാക്കിയുള്ള എടുത്ത് മാറ്റണം. ഇത് ക്ലീൻ ചെയ്യണം. ഇത് തക്കാളി ഉണക്കിയതായതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാ. അപ്പൊ നമ്മളത് നന്നായിട്ട് കുതിർത്തിട്ടേ നമുക്കത് ഉണക്കി. ഒരു ടൺ വരെയൊക്കെയുള്ള അതെ അതെ. നമ്മുടെ വലിയ ഡ്രൈയിങ് യൂണിറ്റാ. അപ്പൊ നമ്മൾ ജസ്റ്റ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ഇത് ക്ലീനിങ്ങിന്റെ ഒരു ഇതിലാണ്. അപ്പം ഈ ട്രേ മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തി. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ക്ലീനിങ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ടർമറിക്, ബീട്രൂട്ട് കാര്യങ്ങളൊക്കെ ഫസ്റ്റ്. അപ്പൊ ചെറിയൊരു പീലിംഗും കൂടെ ഇതിനകത്ത് നടക്കും. ഇത് എന്താ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്യില്ലേ, പാഷൻ ഫ്രൂട്ടിന്റെ സീഡും പൾപ്പും വേറെ വേറെ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനറിയാണ്. ഇത് കട്ടിംഗ് മെഷീനാണ്, വെജിറ്റബിൾ കട്ടിംഗ് മെഷീനായിട്ട്. നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണക്കുന്നത്. ഇത് നമ്മുടെ വാക്വം ഫ്രൈ യൂണിറ്റ് ആണ്. നമ്മൾ വാക്വം ഫ്രൈ ബനാന, വാക്വം ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ട്, ചന ഒക്കെ നമ്മൾ വാക്വം ഫ്രൈ ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് ഫ്രീസറുകളുണ്ട്. പിന്നെ ഗ്ലാസ് ഫ്രീസർ ഉണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ബോട്ടിലിൽ ഇവിടെ നമ്മുടെ പാക്കിംഗ് സെന്റർ അകത്താണ്. അപ്പോൾ ഇതാണ് വിൻഫാമിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റ്. നല്ല അടിപൊളിയായിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടൺ വരെ അവർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ വിൻഫാമിന്റെ പ്രൊഡക്ട്സ് ഇനി ആഡ്സൺ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതെന്തൊക്കെയാണ് ഉണക്കി വെച്ചിരിക്കുന്നത്? താങ്ക് യു സോ മച്ച്. ചനേൻ്റെ ഒരു സാമ്പിളാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഇത് മസാല ചേർത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഒരു ഐറ്റമാണ്. നോർമലി നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കാബൂളി ചനയാണ്. ഇത് നമ്മളെ ചന എന്ന് പറയുമ്പോൾ വെള്ളക്കടല. അതെ അതെ, കാബൂളി ചന. അപ്പോൾ നമ്മളിത് ഡ്രൈ ചെയ്തിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം പുഴുങ്ങും. അപ്പോൾ
ഫുള്ളി 100% പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് പിന്നെ അത് വാരിയിട്ട് ഫ്രീസ് ചെയ്യും. എന്നിട്ടാണ് നമ്മളത് വാക്വം ഫ്രൈ ചെയ്തെടുക്കുന്നത്. പ്രോസസ്സിംഗ് കുറച്ചൊരു കഴിക്കാം. അതെ 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 കഴിക്കാം. ഇത് എങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്? സ്നാക്സ് ആയിട്ടാണോ അതോ? അതെ സ്നാക്സ് ആയിട്ട്. അതെ അതെ. ഇതിപ്പോ മസാല ചേർത്ത് നോക്കിയതാ നമ്മള് മസാലയൊന്നും ചേർക്കാതെ പ്രോസസ് ചെയ്തെടുക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ പെട്ടെന്ന് ഇത് വെള്ളയാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അഡീഷണൽ എന്താണ്, എന്തോ ഒരു സ്റ്റൈൽ, ഒരു സ്പൈസ് എന്തെങ്കിലും ചെറിയ രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ഇത് മസാല ചേർത്തതാണ്. നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മസാല കറക്റ്റ് ആണ്. എനിക്ക് അത് നല്ല, എന്നാൽ അത് ഓവറും അല്ല, നല്ലൊരു മീഡിയം രീതിയിൽ നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇത് വിൻഫാമിന്റെ തന്നെ ബ്രാൻഡിലല്ലേ പുറത്തേക്ക് പോകുന്നത്? അതെ അതെ വിൻഫാമിന്റെ തന്നെ ബ്രാൻഡിലാണ്. അപ്പോൾ വിൻഫാമിൻ്റെ വീഡിയോസാണ്, വിൻഫാമിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വിൻഫാം ഞാൻ സന്ദർശിച്ചെടുത്ത് എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാഫുകളെല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടു. നല്ല പ്രൊഡക്ട്സാണ്. അവർക്ക് നല്ല മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ട്. 1 ടൺ മിനിമം പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ട് അറ്റ് എ ടൈം. സോ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെങ്കിലും വിൻഫാമിന് ഞങ്ങൾ വഴി ആഡ്സൻസ് സ്റ്റോർ വഴി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. വിൻഫാമിന് നേരിട്ടും കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഡിമാൻഡ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ചെറുകിട സംരംഭകർ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്യമമാണ് ആഡ്സൻസ് സ്റ്റോറിനുള്ളത്. ആഡ്സൻസ് എന്ന കമ്പനിക്കുള്ളത്. ആഡ്സൻസ് സ്റ്റോർ അതിൻ്റെ ഒരു ഡിവിഷനാണ്. ആഡ്സൻസ് സ്റ്റോർ പ്രൊഡക്ട്സിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സിനെ വേൾഡ് വൈഡ് എത്തിക്കുക എന്നുള്ളൊരു ഉദ്യമത്തോട് കൂടിയിട്ടുള്ള കമ്പനിയാണ് ആഡ്സൻസ് സ്റ്റോർ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട്സും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വിൻഫാമിൻ്റെ വീഡിയോസ് വിൻഫാമിൻ്റെ പ്രൊഡക്ട്സ് ആഡ്സൻസ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വാങ്ങിക്കുക. ഇന്ത്യയിലും പുറത്തും അവൈലബിൾ ആയിരിക്കും. താങ്ക് യു.